أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله الحمد لله الحمد لله الذي نحمده ونستعينه ونؤمن به ونتوكل عليه من شرور أنفسنا وأعمال سيئاتنا. من يهدي له فلا هادي له وأشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل رسولك سيدنا محمد. اللهم صل على سيدنا محمد نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد نبي الأمي وعلى آله وصحبه وسلم. صلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة خيرتي أدركني يا رسول الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2-3 ദിവസമായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ തിരക്ക് കൊണ്ടൊക്കെ വീഡിയോസ് ചെയ്യാൻ കഴിയാതെ പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നത് കേൾക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ വീഡിയോസ് ചെയ്യാത്തതിൻ്റെ കാരണം ഒരുപാട് തിരക്കിലായിരുന്നു. ഒരുപാട് ആളുകൾ ഇവിടെ വരവും ഇതൊക്കെ തുടങ്ങിയപ്പോൾ പലരും വീഡിയോസ് കണ്ടുകൊണ്ടൊക്കെ പലരും വരാൻ തുടങ്ങി. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അൽഹംദുലില്ലാഹ് അവരുടെ ആവശ്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ടാണ് സമയം കിട്ടാതെ പോയത്. എന്നാൽ ചുരുക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങളെക്കുറിച്ചാണല്ലോ. 2 ദിക്റിൻ്റെ ഇസ്മിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ് വേഗം ഞാൻ അവസാനിപ്പിക്കും. ഒരുപാട് ആളുകൾ വരാനുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് തീർത്ത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ട് ഫോൺ വിളിച്ചിട്ടും കർണാടകയിൽ നിന്ന്, മംഗലാപുരത്ത് നിന്ന്, കാസർഗോഡ്, കണ്ണൂർ, തലശ്ശേരി, പല ഭാഗങ്ങളിൽ നിന്നും, അതുപോലെ എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം, അതുപോലെ ആലപ്പുഴ, അങ്ങനെ പല ഭാഗത്തു നിന്നും പലരും വിളിക്കുന്നുണ്ട്. അവരൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മജ്ലിസിലേക്ക്, സ്വലാത്ത് മജ്ലിസിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എന്തെല്ലാം ഉദ്ദേശങ്ങൾ, പലരും വീട് വിൽക്കാൻ, സ്ഥലം വിൽക്കാനൊക്കെ ഉണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
മക്കളുടെ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്, ഭർത്താക്കന്മാരുടെ പ്രശ്നം പറഞ്ഞവർ, ഭാര്യമാരുടെ പ്രശ്നം പറഞ്ഞവർ, മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളെക്കുറിച്ച്, മാതാപിതാക്കളോട് മിണ്ടാത്ത മക്കളെക്കുറിച്ച് പലരും പല ആവലാതികളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെയൊക്കെ ആ പ്രയാസങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർത്തു കൊടുത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. സന്തോഷമുള്ള ജീവിതം അവർക്ക് നൽകുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു എത്രയും പെട്ടെന്ന് തീർത്ത് രോഗത്തിൽ നിന്ന് രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എന്തെല്ലാം പ്രയാസങ്ങൾ, സിഹ്ർ ഏറ്റവർ, അതുപോലെ കണ്ണേറ് പറ്റിയവർ, ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ വിജയമില്ല, പരാജയപ്പെട്ടുകൊണ്ടാണ്, അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ മാരകമായ രോഗങ്ങളെ കൊണ്ട് പിടിപെട്ടവരുണ്ട്, അവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ്. അവൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുക. അല്ലാഹുവിനേക്ക് നമ്മൾ അടുക്കുവാൻ വേണ്ടിയാണ് അവൻ ഓരോ പരീക്ഷണങ്ങളും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹ് റഹ്മാനായ റബ്ബേ, എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞ് പലരും രോഗങ്ങളെ കൊണ്ടാണ് ബുദ്ധിമുട്ടുന്നവർ, വേദന, ശരീരമാസകലം വേദനയുള്ളവർ, അവിടെയൊക്കെ വേദനകൾ, പ്രയാസങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം റബ്ബേ നീ തീർത്തു സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ യുവതികളുണ്ട്, യുവാക്കന്മാരുണ്ട്, അനുയോജ്യമായ ഇണകളെ നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പലരും മക്കളുടെ വിവാഹപ്രായം പറഞ്ഞപ്പോൾ പലരുടെയും വയസ്സുകൾ ഒരുപാട് ഉണ്ട്. റഹ്മാനായ റബ്ബേ, ഓരോരുത്തരുടെ ബിസിനസ് കാരണങ്ങളാൽ വൈകിപ്പോയതാണ്. അതുപോലെ തന്നെ കല്യാണം നടന്നിട്ട് വിവാഹം മുടങ്ങിപ്പോയവരുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളിലും അകപ്പെട്ട് കിടക്കുന്നവരുണ്ട്. അല്ലാഹ് അവിടെയൊക്കെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവിടെ തടസ്സങ്ങൾ നീ നീക്കിക്കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവിടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നീ മാറ്റിക്കൊടുത്ത് റഹ്മാനായ റബ്ബേ, ആ മക്കളുടെ ഖൈറായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. സാലിഹത്തായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ദീനിന് ഉപകരിക്കുന്ന ഇണകളെ നീ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഒരുപാട് മാതാപിതാക്കൾ വിളിച്ചുകൊണ്ട് മക്കളുടെ വിവാഹക്കാര്യം പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ആ പൊന്നുമക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നീ കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. മുഅ്മിനീങ്ങളെ, നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ അസ്മാഉൽ ഹുസ്നയിലെ ദിക്റുകളെ കുറിച്ചാണ്. നമ്മൾ അവസാനമായി പറഞ്ഞത് യാ മുസവ്വിറു യാ അല്ലാഹ് എന്നതിനെക്കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യാ ഗഫാറു യാ അല്ലാഹ്. ഇതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മഹാനായിരിക്കുന്ന ബർക്കത്തിൻ്റെ കവാടം തുറക്കുവാൻ വേണ്ടി നമ്മളെപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ടല്ലോ. റബ്ബേ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്, റഹ്മാനായ റബ്ബേ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് എന്ന് നമ്മളെപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയുള്ളതാണ് ഈ ഇസ്മ. ഷെയ്ഖ് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരാൾ യാ ഗഫാർ എന്ന് ഏറ്റവും പൊറുക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് 3 പ്രാവശ്യം യാ ഗഫാർ എന്ന്
3 പ്രാവശ്യം ചൊല്ലുക. അതുവഴി എന്താണ് ബർക്കത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കവാടങ്ങൾ എന്താണ് തുറക്കപ്പെടുന്നതാണ്. പുണ്യകർമ്മങ്ങളാണ് ബർക്കത്തിന് വഴിയൊരുക്കുന്നത്. നിസ്കാരത്തിന് ശേഷം പുണ്യമാക്കപ്പെട്ട പ്രസ്തുത ദിക്ർ എന്താണ് നമ്മുടെ ജീവിത മേഖലയിലെല്ലാം ബർക്കത്തുണ്ടാവാൻ നിമിത്തമാകുന്നു. അപ്പോൾ എന്താണ് എല്ലാ നിസ്കാര ശേഷവും നമ്മൾ യാ ഗഫാർ എന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ നമുക്കെന്താണ് ഖൈറും ബർക്കത്തും എന്താണ് ബർക്കത്തും അനുഗ്രഹവും അല്ലാഹു എന്താണ് നമുക്ക് ചൊരിഞ്ഞു തരുന്നതാണ്. സനാതന ധർമ്മങ്ങളെ അവലംബിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നിലനിൽക്കുന്നതെന്ന് അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു. അപ്പോൾ അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പാപമോചനത്തിന് ഏറ്റവും ഫലം ചെയ്യും ജുമാ നിസ്കാരത്തിന് പിറകെ 100 തവണ ചൊല്ലിയാൽ മഅ്ഫിറത്തിൻ്റെ അടയാളങ്ങൾ അവന് എന്താണ് പ്രകടമാകും. അതായത് ബർക്കത്തും മഅ്ഫിറത്തും റഹ്മത്തൊക്കെ എന്താണ് അവനിക്ക് ഉണ്ടാകുന്നതാണ്. പിന്നെ യാ ഖഹാറു യാ അല്ലാഹ്, മനസ്സിൽ നിന്ന് ദുനിയാവിനോടുള്ള ഹുബ്ബ് എന്താണ് നീങ്ങുന്നതാണ്. യാ ഖഹാറു എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് എന്താണ് ദുനിയാവിനോടുള്ള ഹുബ്ബ് നീങ്ങുകയും കൽബിൽ അല്ലാഹുവിലുള്ള ചിന്ത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണെന്ന്. ധാരാളമായി ചൊല്ലുന്നവർക്ക് ശത്രുവിനെ എന്താണ് കീഴടക്കാനുള്ള കഴിവും പ്രകടമാകുന്നതാണ്. ആക്രമിയെ ഒതുക്കാൻ സൂര്യൻ ഉദിക്കുന്ന സമയത്തും അർദ്ധരാത്രിയിലും ഇങ്ങനെ ചൊല്ലുക. എങ്ങനെ? യാ ജബ്ബാറു യാ ഖഹാറു യാ ദൽ ബത്ശി ശദീദ് എന്നെന്താണ് 100 തവണ ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഹുദ് ഹക്കി മിമ്മൻ ളലംനി വഅദ അലയ്യ. ഈ 2 ഇസ്മുകൾ എന്താണ് നമ്മൾ ജീവിതത്തിൽ പകർത്തുക. ഒന്ന് നിസ്കാര ശേഷവും എന്താണ് നമ്മൾ ചൊല്ലുക. നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ ഷെയ്ഖ് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു, സൂര്യൻ ഉദിക്കുന്ന സമയത്തും അർദ്ധരാത്രിയിലും യാ ജബ്ബാറു യാ ഖഹാറു യാ ദൽ ബത്ശി ശദീദ് 100 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ ശത്രു എല്ലാ നിലയിലും പരാജയപ്പെടും. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുക. അക്രമികളായ ശത്രുക്കളുടെ ക്ഷയത്തിന് വേണ്ടി അല്ലാഹുവിനോട് അല്ലാഹുവിനോട് അപേക്ഷിക്കുക. ഇവർ രണ്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള ഉത്തമ സമയമാണ്. അർദ്ധരാത്രി എന്താണ് ഇതൊക്കെ ഉത്തമമായ സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർള് നിസ്കാരത്തിന് ശേഷവും അർദ്ധരാത്രിയുമാണ്. അതോടൊപ്പം അക്രമികളായ ശത്രുവിനെതിരെ ആക്രമിക്കപ്പെട്ടവൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രസ്തുത പ്രാർത്ഥന ഫലം ചെയ്യുമെന്ന് ഹദീസുകളിലുണ്ട്. ശത്രുവിനെ പ്രതിരോധിക്കാൻ പ്രാർത്ഥനകളിലൂടെ ധന്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുചരന്മാരോടും മഹാന്മാരായ മുൻഗാമികളുടെയും ജീവിത പാഠങ്ങൾ ഏറെയുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധത്തിലായിരുന്നു. ശത്രുവിനെ കണ്ടുമുട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരം പറഞ്ഞു, ഞാൻ കേട്ടു, യാ മാലിക യൗമിദ്ദീൻ
إياك أعبد وإياك نستعين അന്ത്യനാളെ ഉടമസ്ഥനെ നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി സഹാബാക്കൾ കേട്ടിരുന്നു. അപ്പോൾ ഈ രണ്ട് ദിക്റും എന്താണ്? നമ്മൾ ജീവിതത്തിൽ പകർക്കുക. നമ്മളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ അസ്മാഉൽ ഹുസനയിലൂടെ നമുക്ക് എന്താണ് പരിഹാരങ്ങളുണ്ട്. അതുപോലെ ഹദ്ദാദിലൂടെയുണ്ട്. ഹദ്ദാദിൻ്റെ ദിക്റുകൾ ഒരുപാട് മഹത്വമേറിയതാണല്ലോ. അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ? അതിൻ്റെ ഓരോ ദിക്റും ഓരോ മഹത്വങ്ങളാണ്. ഫളായിലുകൾ കൂടി ഉള്ളതാണ്. അതിൻ്റെ ഫളായിലുകൾ എന്താണ് നമുക്കറിയാം. ആ ഫളായിൽ ഓരോ ദിക്റിൻ്റെ മഹത്വവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ദിക്റുകളും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട ദിക്റുകളാണ് ഹദ്ദാദിലുള്ള ദിക്റുകൾ. അതുപോലെ അസ്മാഉൽ ഹുസൈനിലെ ഇസ്മുകൾ. അസ്മാഉൽ ഹുസൈന നമ്മൾ എന്താണ് തഹജ്ജുദ് നിസ്കരിച്ച് 10 പ്രാവശ്യം ചൊല്ലിയാൽ, അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ച് 10 പ്രാവശ്യം ചൊല്ലിയാൽ അതിന് ശേഷമുള്ള ദുആ ഉണ്ട്. ആ ദുആ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ദുആയും ചൊല്ലിയാൽ നമ്മളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാകുകയും കടങ്ങൾ വീടുകയും ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അപ്പോൾ ഓരോന്നും നമ്മളെന്താണ് മഹത്വങ്ങളേറിയ പ്രതിഫലമുള്ള ദിക്റുകളാണ്, അദ്കാറുകളാണ്, ഇസ്മുകളാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റും. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്നും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദുആയിൽ ഞാൻ നിങ്ങളൊക്കെ ഉൾപ്പെടുത്താറുമുണ്ട്, ഇനിയും ഉൾപ്പെടുത്തുമെന്നും വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്തു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയാണ്, സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.